CMRL എസ്ലാലോജിക്കൽ മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പൂർണ്ണമായും ഒറ്റപ്പെടുകയാണ്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി CMRL മാനേജിംഗ് ഡയറക്ടർ എസ് ശശീന്ദ്രൻ കർത്ത ഇഡിക്ക് നൽകിയ മൊഴി പുറത്തു വന്നതോടെ പാർട്ടിയും മുന്നണിയും പിണറായിയെ അക്ഷരാർത്ഥത്തിൽ കൈയൊഴിയുകയാണ്. കാരണം ഇഡിയെ ആക്രമിച്ച കേസിൽ CPM നേതാക്കളും പ്രവർത്തകരെല്ലാം ഇപ്പോൾ ജയിലിലാണ്. ആ ഒരു മുൻവിധി ഇപ്പോൾ CPMന്റെ മനസ്സിലുണ്ട്. കാരണം ഇഡിയെ തൊട്ടാൽ ശിഷ്ടകാലം ഇനി ജയിലിലേക്ക് കിടക്കേണ്ട ഒരു ഗതി വരുമെന്നത് കൊണ്ട് തന്നെ പിണറായി വിജയൻ തന്നെ അനുഭവിക്കട്ടെ എന്നൊരു നിലപാടിലാണ്. അതായത് അക്ഷരാർത്ഥത്തിൽ MV ഗോവിന്ദനടക്കം പിണറായിയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, പാർട്ടി അടക്കം തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. പിണറായിയുടെ രക്ഷയ്ക്കായി ആരും തന്നെ രംഗത്തില്ല എന്നതും ശ്രദ്ധേയമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള വ്യക്തിബന്ധം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൾ ടി വീണയുടെ എസ്ലാലോജിക്കൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് പണം നൽകിയതെന്നും കമ്പനി സേവനമൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ശശീന്ദ്രൻ കർത്ത മൊഴി നൽകിയത്. 2024 ഏപ്രിൽ 17 നൽകിയ ഈ മൊഴി വീണയും ശരിവച്ചു എന്നാണ് ഇഡിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 66 ലക്ഷത്തിന്റെ നഷ്ടക്കണക്കും 5 ലക്ഷത്തിന്റെ വിറ്റുവരവുമുള്ള ദുർബല സ്ഥാപനമാണ് എസ്ലാലോജിക്കൽ സോഫ്റ്റ്വെയർ എന്ന സ്ഥാപനം. ആ സ്ഥാപനം അതായത് എസ്ലാലോജിക്കൽ സോഫ്റ്റ്വെയർ സ്ഥാപനങ്ങളുടെ പേരിൽ 2.78 കോടി രൂപയാണ് വീണയുടെ കമ്പനിക്ക് നൽകിയത്. സ്വത്ത് കണ്ടുകെട്ടൽ റിപ്പോർട്ടിലാണ് പിണറായിയുമായുള്ള വ്യക്തി ബന്ധത്തെക്കുറിച്ച് കർത്ത പറഞ്ഞത്. ഇതിനിടെയാണ് പിണറായിയെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇഡി ആരംഭിച്ചിട്ടുണ്ട്. ഇഡി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം പഴുതടച്ചുള്ള നീക്കങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. സംസ്ഥാനത്തെ പിടിച്ചുകുലുക്കുന്ന വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ കേസിൽ ഒരു പിഴവ് പോലും സംഭവിക്കരുതെന്ന് ഇഡിക്ക് നിർബന്ധമുണ്ട്. മാസപ്പടി കേസിൽ വീണ പ്രതിയാണെന്ന് ഉറപ്പായിട്ടുണ്ട്. അറസ്റ്റ് നടപടികൾ സംബന്ധിച്ച് അടുത്ത ദിവസങ്ങളിൽ തീരുമാനമെടുക്കാനാണ് ഇഡി ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത്. അതേസമയം ചോദ്യം ചെയ്യലിനായി പിണറായി വിജയനെ ഇഡി വിളിപ്പിക്കുകയാണെങ്കിൽ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും നേതാക്കളുടെയും പൊതുവായ അഭിപ്രായം. കാരണം അച്ഛനും മകളും അവരുടെ കാര്യങ്ങൾ നോക്കി കേസ് അവരുടെ ഇഷ്ടത്തിലേക്ക് പോകട്ടെ, അതിൽ പാർട്ടി തലയിടേണ്ട കാര്യമില്ല എന്നതാണ് ഇപ്പോൾ CPM പറയുന്നത്. കാര്യങ്ങൾ പിണറായി ഒറ്റയ്ക്ക് നേരിടട്ടെ എന്ന നിലപാടിലേക്കാണ് എല്ലാവരും എത്തിച്ചേരുന്നത്. പാർട്ടിയിൽ പിണറായിക്കെതിരെ ശക്തമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നിശബ്ദ പിന്തുണയും ഇതിനുണ്ട് എന്നതാണ് സൂചന. പിണറായിയുടെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായവർക്ക് ഇതുവരെ ജാമ്യം ലഭിക്കാത്തത് പാർട്ടിയിൽ വലിയ ഭിന്നതയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. പിണറായിക്കായി ഇവർ ബലിയേടാക്കപ്പെടുകയായിരുന്നു എന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പിണറായിക്കായി രംഗത്തിറങ്ങേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നിയമസഭയിൽ പോലും പാർട്ടി നേതാവിനാൽ പിണറായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് മാന്യമായി വിരമിക്കാമായിരുന്നുവെന്നാണ് ഇപ്പോൾ ഒരു വികാരം ഇപ്പോൾ പുറത്തിറക്കുള്ളത്. വരും ദിവസങ്ങളിൽ പിണറായിക്കും CPMനും വളരെ നിർണായകമാണ്. CPMന്റെ മുൻ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അതുണ്ടാകുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ എല്ലാം പിണറായിയുടെ തലയിൽ വെച്ച് കൈ കഴുകാനുള്ള ശ്രമമായിരിക്കും CPMും മുന്നണിയും നടത്തുക എന്നതാണ് സൂചന. CPM സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ട്, എന്റെ കൈ ശുദ്ധമാണ്, എന്റെ മടിയിൽ കനമില്ല എന്നുള്ള ഡയലോഗുകളൊന്നും ഇവിടെ പോവില്ല. കാരണം ശശീന്ദ്രൻ കർത്ത അടക്കം നിർണായകമായ മൊഴി ഇഡിക്ക് നൽകിയിട്ടുണ്ട് എന്നത് അതെല്ലാം വീണ തന്നെ ശരിവച്ചിട്ടുണ്ട് എന്നത് പറയുന്നുണ്ട്. കാരണം ഈ ചോദ്യം ചെയ്യലെല്ലാം തന്നെ ഓൺ റെക്കോർഡ്, അതായത് ക്യാമറ ഓണാക്കി വെച്ചുകൊണ്ടുള്ള ഒരു റെക്കോർഡിംഗ് ആണ് ഇഡിയുടെ കൊച്ചി ഓഫീസിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇഡി കള്ളം പറയുന്നു എന്നൊക്കെ വീണയ്ക്കും ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.